അപ്പൊ സെക്യൂരിറ്റി സിസ്റ്റത്തെ കുറിച്ചുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് വേണ്ട. അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലുള്ള കർഷകർ തന്നെയാണ് ഇത് ഏറ്റെടുക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഓർമ്മയുണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ലോങ് മെച്യൂരിറ്റി പീരീഡ്, കുറെ കാലം എടുക്കും ചന്ദനം വളരാൻ, അല്ലേ? അപ്പൊ ഈ കൃഷിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റു പലരും നമ്മളോട് പറയും ഇത് ഏറ്റെടുക്കേണ്ട, ഇതൊന്നും ഈ ആയുസിൽ നടക്കില്ല. ചന്ദനം അർദ്ധപരാഗ സസ്യമാണ്, ഹെമി പാരസൈറ്റ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് 20 വർഷമായിട്ടുള്ളൂ. കണ്ടുപിടിച്ചിട്ട് 20 വർഷമായിട്ടുള്ളൂ. ആ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് IWSTയിലെ സയന്റിസ്റ്റ്. കാരണം അർദ്ധപരാഗ സസ്യം മണ്ണിൽ നിന്ന് വെള്ളവും ലവണങ്ങളും ന്യൂട്രീഷ്യൻസ് ഒക്കെ ഇൻടേക്ക് ചെയ്യാനുള്ള കഴിവ് പകുതിയേ ഉള്ളൂ. മനസ്സിലായോ? അത് പകുതിയേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യും? സ്വാഭാവികമായി വളരുമ്പോൾ അത് ആ പകുതി കഴിവ് ഉപയോഗപ്പെടുത്തി 30 വർഷം 30 വർഷം എടുക്കും അത് എന്ത് ചെയ്യാൻ? ഒരു മെച്യൂരിറ്റി പീരീഡിലേക്ക്, ഒരു ഹാർഡ്വുഡ് ഫോർമേഷനിലേക്ക് വരാൻ. അതിനുവേണ്ടി ഹോസ്റ്റ് പ്ലാന്റ് സംവിധാനം, ഇത് ചന്ദനത്തിന്റെ പ്ലാന്റ് ആണ്, ഇത് ഹോസ്റ്റ് പ്ലാന്റ് ആണ്. ഹോസ്റ്റ് പ്ലാന്റ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നു. ഈ ഹോസ്റ്റ് പ്ലാന്റ് ചെയ്യുന്നത് ചന്ദനത്തോട് ചേർത്ത് നടുകയും ഈ ഹോസ്റ്റ് പ്ലാന്റ് ഈ ചെടിക്ക് ആവശ്യമായ വെള്ളവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത് എന്ത് ചെയ്യും? ചന്ദനത്തിന്റെ വേര് ഞങ്ങൾ പറയും മോഷ്ടിക്കും. ഓക്കെ, ഇത് തമ്മിൽ ക്ലബ് ചെയ്ത് കണ്ട ഒരു അനാട്ടമിയാണ് ഈ കാണുന്നത്. അത് മോഷ്ടിക്കും. അതെങ്ങനെയാണെന്ന് കൂടി കാണിക്കാം നെക്സ്റ്റ്. ഓക്കെ, കണ്ടോ? ഇത് ചന്ദനത്തിന്റെ വേരാണ്, ഇത് ഹോസ്റ്റ് പ്ലാന്റിന്റെ വേര്. ഇതിന്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന വേര് സ്വയം വലിച്ചെടുക്കാനുള്ള കഴിവ് കുറവായതുകൊണ്ട് മറ്റൊരു ചെടി അതിന്റെ ആവശ്യത്തിന് വലിച്ചെടുക്കുന്നത് ഹോസ്റ്റ് പ്ലാന്റ് എടുക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെറിയ മുള പോലെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ചന്ദനത്തിന്റെ വേരിൽ ഒരു മുള പോലെ ഉണ്ടാകും, ഒരു ഡ്രില്ല് എന്നൊക്കെയാ പറയുന്നത്. ഈ മുളയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പാറ പോലെ പോലും തുളയ്ക്കാൻ കഴിവുള്ള ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ അത് മറ്റൊരു വേരിലേക്ക് തുളച്ച് കയറുകയും അങ്ങനെയാണ് ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നത്. ഓക്കെ, എന്തൊക്കെ പണിയല്ലേ ചന്ദനം ചെയ്യുന്നത്? ഇത്രയും പണി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല, അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് 30 വർഷം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യേണ്ട ചന്ദനം നമ്മൾ എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യും? എത്ര കാലം കൊണ്ട്? പകുതി പണി ചന്ദനം ചെയ്യും, പകുതി പണി ആര് ചെയ്യും? ഹോസ്റ്റ് പ്ലാന്റ് ചെയ്യും. അപ്പൊ എന്തായി മാറി? നേരെ പകുതി ആയി മാറി ചന്ദനത്തിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം. 30 എന്നുള്ള എന്തായി മാറി? 15 വർഷമായി മാറി. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായോ? ഓക്കെ അല്ലേ? ആണോ? നല്ലൊരു കൈയ്യടി. താങ്ക് യു. അങ്ങനെയെങ്കിൽ ഇത് നട്ടു വളർത്തി ആർക്കെങ്കിലും പണം കിട്ടിയിട്ടുണ്ടോ? അതും അറിയണ്ടേ നമുക്ക്? വേണ്ടേ? നമ്മുടെ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. അതിന് ഉത്തരം പൂർണ്ണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. നട്ടു വളർത്തി പണം കിട്ടിയ കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടാം. സർക്കാർ രേഖയുള്ള കാര്യമാണ്. നമസ്കാരം. മറയൂരിലെ റാണിക്ക് അപ്രതീക്ഷിതമായ ഒരു ലോട്ടറി അടിച്ച വാർത്തയാണ് അടുത്തതായി വായിക്കുന്നത്. വീഴാറായ 4 മരങ്ങൾ വിറ്റപ്പോൾ മറയൂരിലെ റാണിയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയത് 32 ലക്ഷം രൂപയാണ്. വീമ്പ് പറയുന്നതല്ല, സർക്കാർ രേഖയുള്ള കാര്യമാണ്. മരം ചന്ദനമായിരുന്നു. വനംവകുപ്പുകാർ അവ ഏറ്റെടുത്ത് ലേലം നടത്തിയപ്പോഴാണ് 250 കിലോയ്ക്ക് ഇത്രയും തുക ലഭിച്ചത്. നമസ്കാരം. ഓക്കെ, ഒരു മരത്തിൽ നിന്ന് എത്ര കിട്ടി? 4 മരത്തിൽ നിന്ന് 32 ലക്ഷം കൊടുത്തു. അപ്പൊ ഒരു മരത്തിൽ നിന്ന് എത്ര കിട്ടി? 8 ലക്ഷം. ആ മരത്തിന് വില കിട്ടാനുള്ള ഒരു കാരണം കൂടി പറയാം. അതിന്റെ കാതൽ മാത്രമല്ല, വേരിനും വിലയുണ്ട്. ഓക്കെ, മറയൂരിൽ ഇന്ന് നടക്കുന്ന ചന്ദന ലേലത്തിൽ വലുപ്പത്തിൽ താരം ഒരു വേരാണ്. ഫസ്റ്റ് ക്ലാസ് റൂട്ട് എന്നറിയപ്പെടുന്ന ഏലാം ഇനത്തിൽപ്പെട്ട 128.4 കിലോഗ്രാം തൂക്കമുള്ള വേരാണിത്. ഫസ്റ്റ് ക്ലാസ് റൂട്ടിന് ഈ മാർച്ചിലെ ലേലത്തിൽ കിലോഗ്രാമിന് 17,500 രൂപ നികുതിയും ചേർത്ത് ലഭിച്ചിരുന്നു. ഇതേ രീതിയിൽ വിൽപ്പന നടക്കുകയാണെങ്കിൽ ഈ വേരിലൂടെ മാത്രം 1 കിലോ വേരിന് എത്ര കിട്ടും? അല്ലേ? 17,500 രൂപ. ഇതെവിടുന്നാ കിട്ടുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പേര് A.T. തോമസ്, റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസറാണ്. അദ്ദേഹം ഈ കൊറോണ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് വെട്ടിവീറ്റ ചന്ദനത്തിന് അദ്ദേഹം കിട്ടിയത് ആദ്യത്തെ ഗഡുവായിട്ട് 3 ലക്ഷവും രണ്ടാമത്തെ ഗഡുവായിട്ട് 4 ലക്ഷം രൂപയും. ഞാൻ പറയുന്നതല്ല,
മാർച്ച് ലക്കം കർഷകശ്രീ 2024 മാർച്ച് ലക്കം കർഷകശ്രീയിൽ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇദ്ദേഹത്തിന്റെ പേര് ദുരൈസ്വാമി. തമിഴ്നാട്ടിൽ തിരുപ്പൂരാണ് സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്ന് 347 അടിയാണ് അദ്ദേഹത്തിന്റെ പ്ലാന്റേഷന്റെ ഉയരം. കാരണം 347 മീറ്റർ തൊട്ട് 1500 മീറ്റർ വരെ പ്ലാന്റേഷൻ നടത്താം. പക്ഷേ ടോപ്പ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവുന്നത് 700 മീറ്ററിന് മുകളിലാണ്. അദ്ദേഹം നിൽക്കുന്ന ആ മരം 14 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 40 രൂപയ്ക്ക് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മേടിച്ചതാണ്. അതിനുശേഷം ഇത് വലുതായി കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വന്ന് അതിന് നമ്പർ ഇടുന്ന ഒരു പരിപാടിയുണ്ട്. ചന്ദനത്തിന് നമ്പർ ഇടുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിൽ ഇതിന്റെ വാല്യൂ അസൈൻ ചെയ്യുക, എന്ത് വിലയുള്ള ഉൽപ്പന്നമാണെന്ന് നോക്കുക. അതിന്റെ താഴത്തെ ചുറ്റളവ് 10 അടി മുകളിലെ ചുറ്റളവ് നോക്കിയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എത്ര കിലോ കാതലുണ്ട്, എത്ര കിലോ വെള്ളയുണ്ട്, ബാർക്ക് തൊലി എത്രയുണ്ട് എന്നുള്ളതൊക്കെ വേരിന്റെ ഒക്കെ ഒരു ആഴം മനസ്സിലാക്കി അത്യാവശ്യം അസൈൻ ചെയ്ത് വിലയിടും. ഈ മരത്തിന് ഇട്ടിരിക്കുന്ന വില 8.5 ലക്ഷം രൂപയാണ്. ഞാൻ പറയുന്നല്ല, അദ്ദേഹം പറയുന്നല്ല. 10 ഏക്കർ സ്ഥലത്ത് അദ്ദേഹം പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്. ആ 10 ഏക്കർ സ്ഥലത്തേക്ക് പ്ലാന്റേഷൻ ചെയ്യുന്ന അദ്ദേഹത്തിന് 300 കോടി രൂപയുടെ, ഇപ്പൊ അദ്ദേഹം 25 ഏക്കറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. 300 കോടി രൂപയുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വസ്തു അതിന്റെ ഉള്ളിലുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം മുടക്കേണ്ടി വന്നത് എത്ര രൂപയാണ്? 5 കോടി രൂപ അദ്ദേഹത്തിന് മുടക്കേണ്ടി വന്നു. ഇവിടെ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ 5 കോടി രൂപ മുടക്കി എന്തിനാണ് നിങ്ങളൊന്ന് പഠിക്കണം. കാരണം സാധാരണക്കാർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയാനുള്ള കാരണം 3 നിര വേലിക്കും പുറവെ കാവലിന് ക്യാമറയും 120 ക്യാമറയും വേലിക്കും സെക്യൂരിറ്റി സിസ്റ്റത്തിനും സെക്യൂരിറ്റി ഗാർഡിനും ഒക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം 5 കോടി രൂപ മുടക്കിയത്. അപ്പോൾ അങ്ങനെ മുടക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാൻഡൽവുഡ് പ്ലാന്റേഷൻ സ്വന്തമായി ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? വെറും പ്രോപ്പർട്ടി പ്രൈസിന് ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റിനോട് ചേർന്ന് നിന്നാൽ ആഫ്റ്റർ 10 to 15 ഇയറിന് ശേഷം ഈ വില നിലവാരം ഉയർന്നതിനനുസരിച്ച് 5 കോടി രൂപ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ജസ്പെയ്ഡ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഈ വലിയ അവസരം. ഇനി ഇത് 15 വർഷം കൊണ്ട് വളരുമെന്ന് നമ്മളോട് പറയുന്നത് ഇത് അർബൻ ഫാർമേഴ്സ് എന്ന് വെച്ചാൽ ബാംഗ്ലൂരിലുള്ള ചെറുകിട ചന്ദന കർഷകരുടെ കൂട്ടായ്മയാണ്. നമ്മുടെ കേരളത്തിൽ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് എന്ന് ജസ്പെയ്ഡ് സ്റ്റാർട്ട് ചെയ്ത കൂട്ടായ്മ പോലെ തന്നെ കർണാടകയിലുള്ള മറ്റൊരു കൂട്ടായ്മയാണ്. അവർ 15 വർഷം കൊണ്ട് ഒരു മരം നട്ട് അല്ലെങ്കിൽ ഒരു ചെടി നട്ട് വളർത്തി അതിന്റെ ഇലയൊഴിച്ച് ആ മരം 180 തൊട്ട് 200 കിലോ വരെ ആക്കാൻ അവർക്ക് സാധിച്ചു. അതിന്റെ 10% കാതൽ 16 തൊട്ട് 24 വരെ കാതൽ അവർക്ക് ലഭിച്ചു. അതിൽ നിന്ന് 15,000 തൊട്ട് 20,000 വരെ 2 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ലഭിച്ചു. അപ്പൊ നമ്മളൊരു കണക്ക് പഠിച്ചു. എന്താണ് നെക്സ്റ്റ്? ഈ കണക്ക് ആദ്യം പഠിച്ചു അല്ലെ? ഒരു മരത്തിൽ നിന്ന് 7,60,000 കിട്ടും. ഈ കണക്ക് എവിടെയാ ശരിയാവുന്നത്? മറയൂരുള്ള വ്യക്തിക്ക് 4 മരത്തിൽ നിന്ന് 32 ലക്ഷം കിട്ടിയപ്പോ ഒരു മരത്തിന് 8 ലക്ഷം. A.T. തോമസ് സാറിന് ഒരു മരത്തിന് 7 ലക്ഷം കിട്ടി അല്ലെ? ദുരൈസ്വാമിയുടെ മരം വെട്ടിയിട്ടില്ല. ആ വ്യക്തിക്ക് വലിയ പൈസയുടെ അത്യാവശ്യമൊന്നുമില്ല. പോൾട്രി ഫാമും കാര്യങ്ങളൊക്കെ ഉള്ള ആളാ. അദ്ദേഹം ഇങ്ങനെ നിർത്തിയേക്കുക. 8.5 ലക്ഷം രൂപ ആ മരത്തിന് അർബൻ ഫാർമേഴ്സിനും എന്ത് കിട്ടിയത്? ഹാർവെസ്റ്റ് ചെയ്ത് ഈ എമൗണ്ട് കിട്ടി. അപ്പൊ ഈ പറയുന്ന കണക്ക് ഞങ്ങളുടെ കണക്കാണോ? ഇത് ഹാർവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് കേരളത്തില് കിട്ടിയ റേറ്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ കൃഷി നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നത് 15 വർഷത്തിന് ശേഷം ഇത്രയും വലിയ ഗ്രോത്തിലേക്ക് എത്തും എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ ഡിമാൻഡാണ്. ആ ഡിമാൻഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. കേരളത്തിൽ ഇത് ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും ഈ റെഡിൽ കാണുന്നത് നമ്മുടെ 3 ജില്ലകളിലാണ് ഇത് യോജിക്കുന്നത്. റെഡ് കളറിൽ